വലിയ കലക്ടറാ, ഇവൻ വലിയ മിനിസ്റ്ററും. രണ്ടുപേരോട് ചേർന്ന് ഇന്നത്തെ പ്രോഗ്രാമിന്റെ കാര്യം സംസാരിക്കും. പിന്നെ നിങ്ങൾ മാത്രം എന്താ വലിയ പ്രസിഡന്റാ? ഈ സംസാരമൊക്കെ നിർത്ത്. വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പറയാൻ നോക്ക്. ആ ഇന്ന് അതിരാവിലെ ഞാനൊരു സ്വപ്നം കണ്ടു കൊച്ചുമോനെ. നിന്റെ അമ്മയും വസുവും ഒന്നു ചേർന്നതായിട്ട്. രണ്ടുപേരും ചിരിച്ച് കളിച്ച് രസിക്കുന്നത് പോലെ സ്വപ്നം കണ്ടടാ. അത് നടക്കില്ല. അത് നടക്കാൻ പോവാന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചു നേരം മുമ്പ് വസു എന്നോട് വന്ന് അമ്മയോട് എന്തോ കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. അവൾക്ക് എന്ത് സംസാരിക്കണമെന്നാ? അത് മാത്രം അവൾ എന്നോട് പറഞ്ഞില്ല. എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്കറിയാം. ആ കാര്യം അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞ് എന്നെ വളരെ നന്നായിട്ട് നോക്കുമെന്ന് വസു എന്നോട് പറഞ്ഞു. അത് എന്ത് കാര്യമായിരിക്കും? അമ്മയുടെ ദേഷ്യം മാറാൻ മാത്രമായി എന്ത് കാര്യമായിരിക്കും അത്? കാര്യം എന്താണെന്ന് നിനക്ക് വസുവിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനില്ലേ? ഒരു മയത്തി ചോദിച്ചാൽ അവള് പറയുമല്ലോ. എന്താന്നറിയില്ലേട്ടാ, എനിക്ക് നിങ്ങളുടെ അത്ര ബുദ്ധിയൊന്നുമില്ല. അവിടെ വസു അങ്ങനെ പറഞ്ഞു, അത് ഞാൻ ഇവിടെ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പോ ഞാൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവാ. അയ്യോ, ഇവരെ കണ്ടത് കൊള്ളാം. ഒരു വൃത്തികെട്ട സ്വപ്നം. നിങ്ങളെ കൊണ്ട് അതിനെ പറ്റൂതല്ലേ? ഡാഗിലെ, അമ്മയോട് വസു എന്താ പറയാൻ പോകുന്നതെന്ന് അർജന്റായിട്ട് നമുക്ക് അറിഞ്ഞേ പറ്റൂ. കാർത്തിക, നീ പോയി ചോദിച്ചിട്ട് വാ. ചെല്ല്. പിന്നെന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശരി, ഞാനൊരു കാര്യം ചോദിച്ചാ ഏട്ടൻ മറുപടി പറയൂ? ഏട്ടൻ എന്നെ ഇപ്പൊ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഏട്ടൻ എന്നെ വേദനിപ്പിക്കുന്നില്ലേ? അങ്ങനെയാണെന്ന് തനിക്ക് തോന്നിയോ? പിന്നെ എന്താ ഏട്ടൻ എന്നോട് സംസാരിക്കാത്ത?
ഏട്ടൻ ഇപ്പൊ എന്നിൽ നിന്ന് അകന്നു നിൽക്കുക. അങ്ങനെയൊന്നുമില്ല. നേരത്തെയും കൂടെ തന്നോട് സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യമാണോ? ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കി. ഇത് ഞാൻ വിശ്വസിക്കണമായിരിക്കും. ശരി, ഞാൻ കാരണം ഏട്ടൻ എന്താ വിഷമമുള്ളത്? അത് താൻ എൻ്റെ അമ്മയോട് ശരിയായിട്ടല്ല പെരുമാറുന്നത്. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാ പ്രശ്നം. എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാരോട് ഇത് തന്നെയാ പറയാനുള്ളത്. അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയില് നിങ്ങൾ ആൺമക്കളെ ബുദ്ധിമുട്ടി ജീവിക്കുക. ഭാര്യമാരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കും, പക്ഷെ അമ്മയൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയില്ല വസുന്ധര. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടം. തന്നെ അങ്ങനെ തന്നെയാ. താനും അമ്മയും ചേർന്ന് സന്തോഷമായിട്ടിരുന്നാൽ എനിക്ക് ഇനിയും സന്തോഷം തോന്നും. ഇതാണ് ഞാൻ തന്നോട് പറയണമെന്ന് ആഗ്രഹിച്ചത്. ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയല്ല എനിക്ക് വിട്ടേക്ക്. അപ്പോ താൻ എന്റെ അമ്മയോട് പഴയതുപോലെ സംസാരിക്കോ? അതല്ലേ ഏട്ടന്റെ ആഗ്രഹം. അപ്പൊ തനിക്ക് അമ്മയുടെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായാൽ? അമ്മയാണെങ്കിൽ ഇപ്പൊ നല്ല ദേഷ്യത്തിലാ. അമ്മയോടൊന്നും സംസാരിച്ചില്ലെങ്കിൽ എനിക്കും വിഷമം തോന്നും ഏട്ടാ. മനസ്സിന് ഒരുപാട് വിഷമം തോന്നും. ഇപ്പൊ തന്നെ അമ്മയോട് പോയി സംസാരിക്കാം. ഇപ്പോഴോ? നല്ല കാര്യങ്ങൾ ഒരിക്കലും നീട്ടിവെക്കാൻ പാടില്ലെന്നാ. വസുന്ധര, ഈ ജ്യൂസ് കുടിച്ചിട്ട് പോ. അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ സന്തോഷ വാർത്ത ഏട്ടനെ അറിയിച്ചിട്ട് ഞാൻ കുടിക്കാം. എന്താണോ താനിങ്ങനെ? നിരാഹാര സമരവും ധർണയൊക്കെ ചെയ്തിട്ട് അത് വിജയിച്ച ശേഷം ലെമൺ ജ്യൂസ് കുടിച്ച് ആഘോഷിക്കില്ലേ, അതേപോലെ തന്നെ. ഓ, പോയിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. വസു, എന്തായി? ഞാനിപ്പോ അമ്മയുടെ അടുത്തേക്ക് പോവാ. പൊയ്ക്കോ. വസു എടുത്ത് താഴെ ഇറങ്ങി വരുന്നുണ്ട്. അമ്മയോട് സംസാരിക്കാനുള്ള വരവായിരിക്കും. ഏട്ടാ, നമ്മൾ നൈസായിട്ട് പോയി വസു എടുത്ത് അമ്മയോട് എന്ത് കാര്യമാണ് പറയുന്നതെന്ന് കേൾക്കണം. വാ ഏട്ടാ. അമ്മ, ഡാ, നിങ്ങളൊക്കെ പോയിക്കോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഞങ്ങളെ മെനക്കെടുത്താൻ വേണ്ടി വന്നിരിക്കല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് ഇളയമ എന്തിനാ ജീവിക്കുന്ന? പോയി ചത്തൂടെ? അത്ര എളുപ്പത്തിൽ പോകുന്ന ജീവനല്ല ഇത്, പിടിവാശി ജീവനാ. ശരി, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ അവിടെ നടക്കുന്നതൊക്കെ എന്നോട് വന്ന് പറയണം. വേഗം പോയിക്കോ, പോയിക്കോ. ആ, അമ്മേ, ഞാൻ അകത്തേക്ക് വരട്ടെ? എന്തിന്? അമ്മയോട് കുറച്ച് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? അത് ഞാൻ അകത്ത് വന്ന് പറയാം അമ്മേ.
കാര്യമൊന്ന് പറയേ. ആം, ആം, രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു അമ്മേ. നീയും അബിയും കുട്ടികളും കൂടി തനിച്ചൊരിടത്ത് താമസിക്കുന്നതാണോ സ്വപ്നത്തിൽ കണ്ടത്? അയ്യോ, അങ്ങനെയല്ലമ്മേ. ഒരു തവണ അമ്മ, ഇളയമ്മ, ഭാവനേച്ചി, ഞാൻ, കാർത്തിക ഒരു സ്വാമിജിയെ കാണാൻ പോയിരുന്നില്ലേ അമ്മേ? അതെ, ആ സ്വാമിജി രാത്രി എന്റെ സ്വപ്നത്തിൽ വന്ന് ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ഞാൻ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ലെന്ന്. പ്രസവിച്ചാൽ അദ്ദേഹത്തിന് കുഞ്ഞിനെ നശിപ്പിച്ചു കഴിഞ്ഞാ ആപത്തൊന്നും ഉണ്ടാവില്ലെന്നാ പറഞ്ഞ്. ഏട്ടന് 100 വയസ്സ് വരെ ദീർഘായുസ് കിട്ടുമെന്നും. ഈ കാര്യം അമ്മയെ അറിയിക്കാനാ ഞാൻ വന്നത്. ഏട്ടനേക്കാളും എനിക്ക് അമ്മയ്ക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണല്ലേ? ഏട്ടനേക്കാളും എനിക്ക് ഈ കുഞ്ഞ് വലുതല്ലമ്മേ. നിന്റെ കുഞ്ഞല്ലേ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? എനിക്ക് വലുത് ഏട്ടനാ അമ്മേ. ഏട്ടൻ ആരോഗ്യത്തോടെ ജീവിക്കണം. അതിനുവേണ്ടി എന്റെ കുഞ്ഞിനെ മാത്രമല്ല, ആവശ്യം വന്നാ
നീ വിലമതിക്കാനാവാത്ത ഞങ്ങൾക്ക് കിട്ടിയ നിധിയാ. അനാവശ്യമായിട്ട് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിക്കുമോളെ. അയ്യോ അമ്മേ, അമ്മ എനിക്ക് സ്വന്തം അമ്മ തന്നെയാ, അതുകൊണ്ട് അങ്ങനെ പറയരുത്. അമ്മയെപ്പോലെ തന്നെയാ. പക്ഷേ ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. എന്റെ മകന് വേണ്ടി നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. സാരമില്ല അമ്മേ. ഏട്ടൻ നന്നായിരുന്നോ ഈ കുടുംബവും നന്നായിരിക്കും. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറാണമ്മേ. അതിനു മുൻപ് ഈ കാര്യം ഏട്ടനോട് പറയണ്ടേ? അതെ, അബിയോട് എങ്ങനെ പറയും? അമ്മ തന്നെ പറയോ? എനിക്ക് എങ്ങനെയാ അത് പറയാൻ കഴിയുക? ഏട്ടനോട് പറയാതെ അബോർഷൻ ചെയ്യുന്നത് ശരിയല്ല അമ്മേ. പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ എന്താ പറയുന്ന അറിയില്ല. അമ്മേ, ഒരു കാര്യം ചെയ്താലോ? എന്ത് ചെയ്യാന്ന്? ആ സ്വാമിജിയെ നമുക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചാലോ? അപ്പോ അദ്ദേഹം തന്നെ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തും. കറക്റ്റാ വസു. എല്ലാം അറിയുന്ന സ്വാമിജിക്ക് ഇതിനും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞേക്കും. അബിയോട് എങ്ങനെ പറയണോന്ന് അദ്ദേഹം പറഞ്ഞു തരും. അത് മാത്രമല്ല അമ്മേ, ഒരു ജീവൻ നശിപ്പിക്കുന്നത് പാപമല്ലേ അമ്മേ? ആ പാപം ഈ വീടിനൊരു ശാപമാകാതെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അതിനും സ്വാമിജി എന്തെങ്കിലും പരിഹാരം പറയും. തീർച്ചയായും വസു. സ്വാമിജി ഇവിടെ വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കാം. താങ്ക് ഭാസ്കറെ, എന്തായടാ? അയ്യോ, ഒന്ന് വെയിറ്റ് ചെയ്യേ. നിങ്ങൾക്ക് എല്ലാത്തിനും ധൃതിയല്ലേ? പറയാൻ നിക്കേ. എന്തൊക്കെ ആയെന്ന്? അതല്ലമ്മേ, ഏട്ടൻ പടിയിറങ്ങി താഴെ വന്നതല്ലേ, ഓക്കെ ആണോന്ന് ചോദിച്ചതാ. നീയാണെങ്കിൽ ഗർഭിണിയാണെന്ന് പറയാം. അബിക്ക് എന്താ കുഴപ്പം?
ആദ്യം നീ ജ്യൂസ് കുടിക്ക്. മുകളിൽ പോയിട്ട് റൂമിലിരുന്ന് കുടിക്കാം അമ്മേ. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ആ, അഭി, നന്നായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. ശരി അമ്മേ. ആ, അമ്മേ, ഞാൻ പറഞ്ഞത് അമ്മ മറക്കരുത്. ഇല്ല മോളെ, നീ മുറിയിലേക്ക് പൊയ്ക്കോ, ബാക്കിയൊക്കെ ഞാൻ നോക്കാം. വസുന്ധര വാ. ഉം.